കർഷക ദിന പരിപാടിയിൽ CPI നേതാവിനെ DYFI പ്രാദേശിക നേതാക്കൾ പരസ്യമായി അപമാനിച്ച സംഭവത്തിൽ മുന്നണിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാകുന്നു. പയ്യന്നൂർ കുന്നമംഗലത്ത് വിളിക്കാത്ത പരിപാടിയിൽ കടന്നുവന്നാണ് DYFI നേതാക്കൾ CPI നേതാവിനെ അപമാനിച്ചത്. ADM നവീൻ ബാബുവിനെ അപമാനിച്ച PP ദിവ്യയുടെ പ്രവൃത്തിക്ക് സമാനമാണ് DYFI നേതാക്കൾ കഴിഞ്ഞ ദിവസം കാണിച്ചത് എന്ന വിമർശനവും ശക്തമാകുന്നു. മിഥുൻ പിള്ള ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. മിഥുൻ, പറയൂ. ഗൗതം, ഇക്കഴിഞ്ഞ ചിങ്ങം 1-നാണ് കണ്ണൂർ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പരിപാടി പഞ്ചായത്ത് വഴി സംഘടിപ്പിച്ചത്. അത് ഈ കർഷക ദിനാചരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ അവിടെയുള്ളൊരു CPIയുടെ പ്രാദേശിക നേതാവായ ലക്ഷ്മണൻ എന്നയാൾ പങ്കെടുക്കുകയും ചെയ്തു. ഇതിനിടയിലേക്കാണ് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി DYFIയുടെ പ്രാദേശിക നേതാക്കൾ കടന്നെത്തുകയും ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന CPI നേതാവിനെ പരസ്യമായി അപമാനിച്ച് ആ ചടങ്ങിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന വ്യക്തി അവിടെയുള്ള ഈ തീയ ക്ഷേമ സഭ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ഭൂമി വിട്ടു നൽകിയിരുന്നു. ആ ഭൂമി വയൽ നികത്തി ഉണ്ടാക്കിയ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സത്യത്തിൽ അത് നേരത്തെ തന്നെ, അതായത് ഈ ലക്ഷ്മണൻ കച്ചവടമാക്കുന്നതിന് മുമ്പ് തന്നെ അത് കരഭൂമിയാണെന്ന് സ്ഥിരീകരിക്കുകയും ഈ DYFI പ്രാദേശിക നേതൃത്വം കൊടുത്ത പരാതി കോടതികളടക്കം തള്ളിപ്പറയുകയും ചെയ്തൊരു കാര്യമാണ്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ലക്ഷ്മണനെ പരസ്യമായി അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും വലിയ വിമർശനം ഉയരുന്നത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനോട് PP ദിവ്യ ചെയ്തത് എന്താണോ അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന പ്രാദേശിക CPI നേതാവിനോട് DYFI നേതാക്കൾ ചെയ്തത് എന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. കാരണം ക്ഷണിക്കപ്പെടാത്തൊരു ചടങ്ങിലേക്ക് കടന്നു വരുന്നു, സഭയ്ക്ക് മുന്നിൽ വെച്ച് പരസ്യമായി ഈ ആളെ കളിയാക്കുന്നു, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പുറകെ നടന്ന് പ്രകോപനം ഉണ്ടാക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലൊരു അപമാനം ഈ ലക്ഷ്മണനെ നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ അപമാനത്തിന് പിന്നിൽ ഈ തീയക്ഷേമ സഭയ്ക്ക് ഭൂമി വിട്ടുകൊടുത്തതാണ്, അല്ലാതെ ഈ വയൽഭൂമി നികത്തിയതല്ല എന്നൊരു തരത്തിലുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം ആ മേഖലയിലൊക്കെ തന്നെ തീയക്ഷേമ സഭയുടെ പ്രവർത്തനം വളരെ സംഘടിതമായി വളർന്നു വരുന്നുണ്ട്. നേരത്തെ തന്നെ അവിടെ ഒരു മീറ്റിംഗ്, ഈ കുഞ്ഞിമംഗലത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത സമയത്ത് അവിടെ ഈ CPMന്റെ അടക്കം പ്രാദേശിക നേതാക്കൾ ഈ തീയക്ഷേമ സഭയുടെ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തുകയും ഈ ആളുകളെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അക്രമ സംഭവങ്ങളൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിന് തുടർച്ചയെന്നോണമാണ് അവിടെ ഈ തീയക്ഷേമ സഭ ശക്തി പ്രാപിക്കുന്നതിൽ വിരളി പൂണ്ടുകൊണ്ടാണ് ഈ DYFI പ്രാദേശിക നേതാക്കൾ ആ തീയക്ഷേമ സഭയ്ക്ക് കെട്ടിടമുണ്ടാക്കാൻ ഭൂമി വിട്ടുകൊടുത്ത ആളെ ഇത്തരത്തിലൊരു ആക്രമിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPMന്റെ ചില നേതാക്കളടക്കം ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ DYFI നേതാക്കൾ ഇദ്ദേഹത്തെ അപമാനിക്കുന്ന സമയത്ത് അത് തടയാനോ അതിനെതിരെ ഒരു മറുപടി പറയാനോ പോലും ഈ ആളുകൾ തയ്യാറായില്ല. ഇത് തന്നെയാണ് മുന്നണിക്കുള്ളിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. കാരണം ഒരു കർഷക ദിനാചരണത്തിൽ CPI നേതാവിനെ പരസ്യമായി DYFI നേതാക്കൾ അപമാനിച്ച സംഭവം കണ്ണൂരിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ വിഷയം ഇപ്പോൾ മുന്നണിക്കകത്ത് വലിയ തോതിൽ ചർച്ചയാവുകയും CPIയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നു എന്നാണ് കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള റിപ്പോർട്ട് ചെയ്യുന്നത്.